ദിലീപിന് നീതി ലഭിച്ചു എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ശരിയാണോ? CPM-നകത്ത് സ്ത്രീലമ്പടന്മാരില്ലേ? അവരോടെന്ത് നിലപാട്? അതിനാണോ? അങ്ങനെയാണോ അതിനെ സമീപിക്കേണ്ടത്? മുഖ്യമന്ത്രി കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാരെ കുറിച്ച് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വമാകിയെന്നൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തി. മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ഈ കോൺഗ്രസിലെ സ്ത്രീലമ്പടരായ ചിലർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, അത് ശരിയായ പ്രതികരണമല്ലേ? മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ള പ്രതികരണം ശരിയായ പ്രതികരണമാണ്. അതിനെന്താ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം? CPM-ൽ എത്ര ആളുകളുണ്ട് സ്ത്രീലമ്പരന്മാർ? ചാനൽ ചർച്ചയിലൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ആളുകൾ പേര് പറയാൻ പോവുകയാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അവർക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണോ പ്രശ്നത്തെ സമീപിക്കേണ്ടത്? മുഖ്യമന്ത്രി കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാരെ കുറിച്ച് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വമാകിയെന്നൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ആകെയെന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്? ഗവൺമെന്റാണ്. ഗവൺമെന്റിന് മേൽ നിരവധി പരാതികൾ വരുന്നുണ്ട്. ആ പരാതികളെല്ലാം ഒന്നിച്ച് ചില സമയത്ത് പുറത്തു വന്നോളുന്നില്ല. അത്തരമൊരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭരണരംഗത്തുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പറയുകയാണ്. അതിനിവിടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളെ കുറിച്ച് പ്രതികരിക്കുന്നതിന് പകരം CPM-നകത്ത് സ്ത്രീലമ്പടന്മാരില്ലേ? അവരോടെന്ത് നിലപാട്? അതിനാണോ? അങ്ങനെയാണോ അതിനെ സമീപിക്കേണ്ടത്? കോൺഗ്രസിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള നിലപാട് അവർ പറയണം. CPM-ന്റെ ഭാഗത്ത് ആരെങ്കിലും അങ്ങനെ തെറ്റ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ ചൂണ്ടിക്കാണിച്ച് സമൂഹത്തെ ശുദ്ധീകരിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെയും CPM-നെയും ഇത്തരം ഒരു നിലപാടിന്റെ ഭാഗമായി കടന്നാക്രമിക്കുക എന്നുള്ള സമീപനമാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ ഈ VD സതീശനും പ്രതിപക്ഷ നേതാവും എല്ലാം ഇത്തരം പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്നത്. ഇത് തെറ്റിനെ വേർതിരിച്ച് കാണുന്നതിനും സമൂഹത്തിൽ നിന്ന് തെറ്റിനെ ഇല്ലാതാക്കാനും ജീർണതയെ തുടച്ചു നീക്കാനും സഹായകരമാണോ കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിക്കുന്ന ഇതുപോലുള്ള നിലപാടുകൾ? ഗൂഢാലോചനാ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. കോടതി എന്ന് പറഞ്ഞാൽ ഇത് അവസാനത്തെ വിധിയല്ലല്ലോ, വേറെ ഇതിന്റെ മേൽക്കോടതികളുണ്ടല്ലോ. നിയമപരമായ പരിശോധനയ്ക്കും നിലപാടുകൾക്കും ഇനി അവസരമുണ്ട്. ഇതിൽ ഈ കോടതി വിധിയിൽ അതിജീവിതയുടെ താല്പര്യത്തിന് അനുസൃതമായില്ല, അവിടെ പരാതിക്ക് 100% പരിഹാരമായില്ല എന്ന പ്രശ്നം വന്നപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു മേൽക്കോടതി പോകും, അപ്പീലിന് പോകും. ആ നിലപാടിന് വലിയ സ്വീകാര്യതയാണ് സമൂഹത്തിൽ വന്നിട്ടുള്ളത്. കോൺഗ്രസിൽ പെട്ടവർ തന്നെ ഈ നിലപാടിനെ അംഗീകരിക്കുന്നവരുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ നേതാവും UDF-ന്റെ കൺവീനറുമായ അടൂർ പ്രകാശ് പറഞ്ഞത് എന്താ? ദിലീപിന് നീതി ലഭിച്ചു എന്നാണ് പറഞ്ഞത്. ദിലീപിന് നീതി ലഭിച്ചു എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ശരിയാണോ? അങ്ങനെ ഈ പ്രശ്നത്തെ സമീപിക്കുക, അതാണ് കോൺഗ്രസിന്റെ ജീർണത എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിന്റെ തെറ്റായ രീതികൾ, കോൺഗ്രസ് നേതൃത്വത്തിന്റെ തെറ്റായ രീതികൾ. എന്നിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പറയാണ് അടൂർ പ്രകാശ് പറഞ്ഞത് തെറ്റാണ്. അടൂർ പ്രകാശ് പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പില്ല. മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് കോൺഗ്രസിന്റെ തെറ്റായ രീതികൾ സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു സംഭവമല്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ഏകീകരിച്ച സമീപനമെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ആ അവസ്ഥ മറ്റേതെങ്കിലും പാർട്ടിക്കുണ്ടോ കേരളത്തിൽ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.